അല്ല എനിക്കൊന്ന് പാരന്റ്സ് നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വളരെ ഫാസ്റ്റ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മളുള്ളത്. പാരന്റ്സിൻ്റെതായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിനിടയിലാണ് ഈ പറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു എൻട്രിയും കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് പാരന്റ്സ് അനുഭവിക്കുന്നുണ്ടല്ലോ. അത് വലിയൊരു പ്രശ്നമല്ലേ ശരിക്കും? നമ്മുടെ പ്രശ്നങ്ങളിലും പരിഹാരം കണ്ടെത്തണം, അതിനിടയിൽ പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു ചുമതലയും കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ അത് തൻവീർ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു കോയിൻസിഡന്റ്ലി ആണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ വരുന്നത്. ഇതാരും ട്രെയിൻഡ് അല്ല. ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അങ്ങനെ പഠിപ്പിക്കാറില്ല. അതായത് കല്യാണത്തിന് മുമ്പ് ഇവർ കല്യാണത്തിന് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കണം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് നമ്മുടെ ജനറേഷനൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പ്രീ മാരിറ്റൽ കോഴ്സ്, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട ഗൈഡ് ലൈൻസ്, സ്റ്റെപ്സ്, ഇതൊന്നും ട്രെയിൻഡ് അല്ല. സോ വൺസ് യു ഡോണ്ട് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട് വെരി ക്ലിയർ. നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ പെർഫോമൻസ് കിട്ടും. അത് ഏത് ഇൻഡസ്ട്രിയിലും ഏത് ഡൊമൈനിലും എപ്പോഴും അങ്ങനെയാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് സ്കിൽഫുൾ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാരന്റ് എന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പലപ്പോഴും ഒരു ഡെവലപ്മെന്റൽ പ്രോഗ്രാമിലൊന്നും ഇവർ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തോന്നിയ പോലെ എൻ്റെ ഉപ്പ ഉമ്മ എന്നെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെയൊക്കെ ആയിരിക്കും ഞാൻ വളർത്താൻ പോകുന്നത്. നമ്മൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത്, കാണുന്നതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എങ്ങനെയാണോ എന്നെ വളർത്തിയത് അതുപോലെയൊക്കെ ആയിരിക്കും ഞാനും വളർത്താൻ പോകുന്നത്. ഇനി ഇവിടെ ഉള്ളൊരു വിഷയം, ഈ പറയുന്നത് സയന്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ നമുക്ക് അറിവില്ല എന്നുള്ളത് ഒരു വിഷയം. രണ്ട്, എനിക്ക് എൻ്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. ഞാനേ ഇമോഷൻസ് ഒന്നിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ ഓവർ എക്സ്പ്രസ് ചെയ്യുന്ന ആളായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു സട്ടിലായിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. ഒന്നുകിൽ ഭയങ്കര ആഗ്രസീവായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എടുത്തുടുക്കുന്ന സ്വഭാവം, ഇല്ലെങ്കിൽ ഒന്നും കാണിക്കാത്തൊരു സ്വഭാവമുണ്ട്. ഇത് രണ്ടും പ്രശ്നമാണ്. എക്സ്പ്രസ് ചെയ്യാത്തതും കൺട്രോൾ ചെയ്യുന്നതും പ്രശ്നമാണ്. മാനേജ് ചെയ്യാൻ പറ്റണം. അത് ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് നോട്ട് കൺട്രോൾ യുവർ ഇമോഷൻ, യു ഷുഡ് മാനേജ് യുവർ ഇമോഷൻസ്. പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് പഠിപ്പിക്കാറുള്ളത്. നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ പാടില്ല. കരയേണ്ട സമയത്ത് കരയണം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു ജെൻഡർ ബേസിസിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിനും അല്ലെങ്കിൽ അസുഖങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് വിധേയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കും. നമ്മൾ വെന്റിലേറ്റ് ചെയ്യില്ല. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ റൈറ്റ് ഇല്ലല്ലോ, നമുക്ക് കരയാൻ പറ്റില്ലല്ലോ. നമ്മൾ കരഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാണക്കേടായി, സ്റ്റാറ്റസിനെ എഫക്ട് ചെയ്യും. പുള്ളിക്ക് എന്താ ഒരു ഇങ്ങനെ തന്നെ പറയും, പെണ്ണാണെന്നൊക്കെ പറയും. ഇന്നിപ്പോ കുറെയൊക്കെ മാറിയിട്ടുണ്ട്, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൊവിനോ തോമസ് ഒക്കെ ഒരു ഇന്റർവ്യൂല് പുള്ളി കരഞ്ഞപ്പോ പുള്ളിയെ കുറിച്ചിട്ട് ഒരുപാട് പോസിറ്റീവ് കോമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് അയാളുടെ സ്ട്രെങ്ത് ആണെന്ന്. കരയാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. നമ്മുടെ എക്സ്പ്രഷൻ, ഇമോഷൻസ് നമുക്ക് വേണ്ടടുത്ത് വേണ്ട പോലെ, വേണ്ട രീതിയിൽ, വേണ്ട അളവിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് ആണ്. പക്ഷെ അതും നമ്മൾ ട്രെയിൻഡ് അല്ല. നമ്മളെ സ്കൂളിലോ നമ്മളുടെ സിസ്റ്റത്തിലോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇമോഷണൽ മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയും. നമ്മളെല്ലാവരും IQന്റെ പുറകെയാണ്. നല്ല മാർക്ക് മേടിക്കണം, നല്ല സ്കോർ വേണം, A ഗ്രേഡ് വേണം, A+ വേണം എന്നുള്ള ഒരു ലൈനിലാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ EQന് പ്രാധാന്യം കൊടുക്കുന്ന സിസ്റ്റംസ് വളരെ കുറവാണ് ഇന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാബിറ്റാറ്റ് പോലുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കോഷ്യന്റ് എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് എൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫാമിങ്ങും കുട്ടികൾക്ക് മണ്ണിലേക്ക് ചവിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടുക? മണ്ണിൽ ചവിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മളെ ട്രെയിൻഡ് അല്ല ഒന്ന് സയന്റിഫിക്കലി പാരന്റിങ്ങിൽ. നമ്പർ 2, നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ പോവാ? കാര്യം എൻ്റെ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബിഹേവിയറിനെ, എൻ്റെ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ നല്ല ഡിസിഷൻസ് എടുത്ത് നല്ല റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊസിഷനിലായിരിക്കണം. ഞാൻ ഈ റിസൾട്ട്സ് എന്നൊക്കെ പറയാൻ കാരണം, നമ്മളൊക്കെ കുട്ടികളുടെ റിസൾട്ടിനെയാണല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ കീൻലി വറീഡാണ് അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പോൾ അവന് നല്ല ഡിസിഷൻസ് എടുക്കാനും അവന് നല്ല ഔട്ട്പുട്ട് ലൈഫിൽ കൊണ്ടുവരാനും അവന് സാധ്യമാക്കണമെങ്കിൽ
അവൻ ക്വാളിറ്റി തോട്ട്സ്, ക്വാളിറ്റി ഇമോഷൻസിലൂടെ അവൻ പോണം. അവൻ ക്വാളിറ്റി ഇമോഷൻ, എൻ്റെ കുട്ടി ക്വാളിറ്റി ഇമോഷൻസിൽ ക്വാളിറ്റി തോട്ട്സ് ചിന്തിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യം ആ വീട്ടിൽ ഉണ്ടാവണം. അതിന് എൻ്റെ മനസ്സിൽ ക്വാളിറ്റി തോട്ട്സും എൻ്റെ ഹൃദയത്തിൽ ക്വാളിറ്റി ഇമോഷൻസും ഉണ്ടാവണം. ഞാനാ മാറേണ്ടത്. ഞാൻ മാറാതെ ഒരു ബാലൻസിങ് നടക്കൂല. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതൊരു മാസ്കിങ് ആയിരിക്കും, അതായത് കൂട്ടിച്ചേർക്കലായിരിക്കും. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയും. നമുക്ക് ശരിക്കും ബാലൻസിങ് അല്ല വേണം, നമുക്കൊരു ഫ്ലോ വേണം. വീട്ടിനകത്തൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ സേഫായിട്ട് ഫീലിംഗ് ഉണ്ടാവണം. ഞാൻ സേഫ് ആയിട്ട് ഫീലിംഗ് ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾക്ക് സേഫ്റ്റി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് തിരിച്ച് വരുമ്പോൾ ഒരുപാട് കഥകൾ ഉണ്ടാവും പറയാൻ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ ഒരുപാട് കഥകൾ ഉണ്ടാവുകയും പറയാൻ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഇത് കേൾക്കാൻ നമുക്ക് ഒരു ക്വാളിറ്റി ടൈം, ക്വാളിറ്റി പീരീഡ്, ക്വാളിറ്റി അലോക്കേഷൻ പലപ്പോഴും ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവൻ 1, 2, 3, 4, 5, 10 പ്രാവശ്യമൊക്കെ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്ത് നോക്കും. നമ്മൾ മൊബൈലിലായിരിക്കും, നമ്മൾ ലാപ്ടോപ്പിൽ വർക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ അവൻ ആ ഒരു സ്പേസ് കൊടുക്കാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പയ്യെ വരാതെ ആയിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ പോകും. അപ്പോൾ ചിലപ്പോൾ അവൻ ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവൻ വേറെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ അവൻ വേറൊരു സിസ്റ്റത്തിലേക്ക് മാറും. അവനെ കേൾക്കാൻ പറ്റുന്ന ഒരിടത്തേക്ക് പോകും. അപ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പാരൻസ് ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റണം കുട്ടികൾക്ക്, തീർച്ചയായിട്ടും. ആൻഡ് ക്വാളിറ്റി ടൈം കൊടുത്തിട്ട് അതേപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റി ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യണം. പാരൻസ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. ഇപ്പൊ എന്റെയൊക്കെ ഉമ്മയൊക്കെ ഞാൻ ഉമ്മക്ക് ഉമ്മ കൊടുക്കും. ഇപ്പോഴും വീഡിയോ കോൾ ചെയ്താലും ഉമ്മ എന്ന് പറഞ്ഞിട്ടേ ഞാൻ വെക്കോളൂ. ഉപ്പാക്ക് ഉമ്മ കൊടുക്കും. ബിക്കോസ് ഐ ഫീൽ ദോസ് മൊമെന്റ്സ് വിൽ നെവർ കം ബാക്ക്. ആ കിട്ടിയ മൊമെന്റ്സ് വിൽ നെവർ കം ബാക്ക്. അതില്ലാത്തവർക്കേ ആ പ്രയാസം അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു എക്സ്പ്രസ്. കുട്ടികൾക്ക് ഉമ്മ കൊടുക്കണം, ചേർത്ത് പിടിക്കണം, അവരുടെ ഇഷ്ടം തുറന്നു പറയണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അവർ തുറന്നു പറയും. അവർക്ക് അങ്ങനെ ഒരു നേച്ചർ ഉണ്ടാക്കിയെടുക്കണം.